ഹലോ, ഇറ്റ്സ് മീ ജിബിയ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. മിസ് ചെയ്യാതെ എല്ലാവരും കംപ്ലീറ്റ് വീഡിയോ കാണുക. നിങ്ങൾക്കിതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. പ്രത്യേകിച്ച് ഗേൾസിന് ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. 100% ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങളിത് കണ്ടില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയ ഫ്ലിപ്കാർട്ടിൽ ഞാൻ റീസെൻ്റ്ലി കണ്ട് ഓർഡർ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഇന്ന് എനിക്ക് കിട്ടി. അപ്പം കിട്ടിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു നേരിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന്. കാരണം എന്നെപ്പോലെ ഈ നെയിൽ ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു നെയിൽ ആർട്ട് കിറ്റ് ബോക്സ് ആണ്. ഇതിൽ 42 പീസസ് ഓഫ് ഡിസൈൻസ് ഉണ്ട്. അതായത് വെറും 200 രൂപയ്ക്കാണ് നമുക്ക് ഈ 42ഓളം ഡിസൈൻ കയ്യിൽ കിട്ടുന്നത്. അപ്പം ഇത് കണ്ടെടുത്തോളം ഈ 42 ഡിസൈൻസും അടിപൊളിയാണ്, യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി. പക്ഷേ യൂസ്ഫുൾ ആണോന്ന് നമുക്ക് കംപ്ലീറ്റ്ലി അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഒരു ബ്ലാക്ക് നെയിൽ പോളിഷ് ഇട്ടു. എന്നിട്ട് ഈ ഗ്ലിറ്റർ ബോക്സിലുണ്ടായിരുന്ന ഒരു റെഡ് കളർ ഗ്ലിറ്റർ ഞാൻ അതിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിന് മണ്ടയിൽ ഞാൻ ന്യൂഡ് നെയിൽ പോളിഷും കൂടെ അടിച്ചു വിട്ടു. കാരണം ന്യൂഡ് അടിച്ചെങ്കിൽ മാത്രമേ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് ഞാൻ എൻ്റെ കയ്യിൽ ഒരു വൈറ്റ് നെയിൽ പോളിഷ് അടിച്ചു. അതിന് മണ്ടയിൽ ഈ ഗ്ലിറ്റർ ബോക്സിലുണ്ടായിരുന്ന ഒരു ബ്ലൂ കളർ ഗ്ലിറ്റർ അല്ല, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഗ്ലിറ്റർ ആയിരുന്നു. അത് അത്യാവശ്യം അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഓവറല്ല, എന്നാലൊരു രസമൊക്കെ ഉണ്ട് കാണുമ്പോൾ. അപ്പോൾ ഞാൻ അത് അടിച്ചു വിട്ടു. എന്നിട്ട് അതിൻ്റെ മണ്ടയിലും ഞാൻ ന്യൂഡ് അടിച്ചു വിട്ടു. അപ്പോൾ നമ്മൾ ഏത് നെയിൽ പോളിഷ് ഇട്ടാലും ജസ്റ്റ് ന്യൂഡ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു വിടുക, അപ്പോൾ ആയിരിക്കും ഒരു ഫിനിഷിങ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകാവുള്ളൂ. അതായത് നമ്മൾ അടിച്ച നെയിൽ പോളിഷ് ഡ്രൈ ആയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഡിസൈനിങ്ങിലേക്ക് പോവുക, ഇല്ലെങ്കിൽ ഇത് സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഞാൻ തേർഡ് കയ്യിൽ അടിച്ച സമയത്ത് ഞാൻ അതിനകത്തുണ്ടായിരുന്ന ഒരു ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെയുള്ള ഒരു ഡിസൈൻ ആയിരുന്നു യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആ വിരലിൻ്റെ, അതായത് ആ കയ്യിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂഡ് അടിച്ച സമയം, അതായത് എൻ്റെ ഡ്രൈ ആയിട്ടില്ലായിരുന്നു നെയിൽ പോളിഷ്. അപ്പം ഞാൻ ന്യൂഡ് അടിച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡായിട്ട് ഒരു സെറ്റ് ആവാതെ വന്നു. അതെനിക്കൊന്ന് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ അത്യാവശ്യം നമുക്ക് ചെയ്തേ മതിയാവും, കാരണം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഞാനത് തിരുത്താനായിട്ട് അല്ലെങ്കിൽ മാറ്റാനായിട്ട് പോയില്ല, ഞാനത് കംപ്ലീറ്റ് അങ്ങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പക്ഷേ അത് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം അത് അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴും എനിക്ക് അത്ര അങ്ങ് ഇതായിട്ട് തോന്നിയില്ല. അത് കഴിഞ്ഞ് എൻ്റെ ഫോർത്ത് വിരലിൽ ഞാൻ ജസ്റ്റ് ഒരു ബ്രൗൺ പോലത്തെ ഒരു കളർ അടിച്ചിട്ട് ഒരു ഗ്ലിറ്ററിങ് ഉണ്ടായിരുന്നു, ഒരു ബ്ലൂ കളർ ഗ്ലിറ്ററിങ് ഉണ്ടായിരുന്നു. അതും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഇട്ട് കൊടുത്തു. അത് ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൊട്ടിയാണ് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂഡിൻ്റെ നെയിൽ പോളിഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അപ്പോൾ അതും എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി, അടിപൊളിയായിരുന്നു. ജസ്റ്റ് എൻ്റെ ഫിഫ്ത്ത് വിരലിൽ ഞാനൊരു ബ്ലൂ കളർ നെയിൽ പോളിഷ് ഇട്ടു. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ ഒരു സൈസ് മുത്ത് പോലത്തെ കുഞ്ഞ് തരിതരി പോലത്തെ മുത്തുണ്ടായിരുന്നു, അതും ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തു. അതും ഈ ഗ്ലിറ്റർ ബോക്സിലുണ്ടായിരുന്നതാണ്, എല്ലാം ഗ്ലിറ്റർ ബോക്സിലുള്ളതാണ്. 42ഓളം ഗ്ലിറ്റേഴ്സ് ഇതിനകത്തുണ്ട്, അടിപൊളിയാണ്. ഇത് ഞാൻ അതായത് സ്പീഡ് കൂടിപ്പോയി ആയിട്ട് ഒരു സ്പ്രെഡ് ഇഷ്യൂ വന്നതല്ലാതെ ഈ ഗ്ലിറ്ററിങ്ങിൻ്റേത് കൊണ്ട് ഒരു ഇഷ്യൂ വന്നിട്ടില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണെന്ന്. അപ്പോൾ എല്ലാവരും ഇത് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.